ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുന്നേ എനിക്ക് ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ താരനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ഞാനൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഈ ചൂട് സമയത്ത് നമ്മുടെ എല്ലാവരുടെയും തലയിൽ താരനുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ചൂട് കുരുക്കളും. ഇപ്പോൾ പ്രായഭേദമന്യേ കൊച്ചു കുട്ടികളിലും എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഈ ഒരു ആര്യവേപ്പ് കേട്ടോ. അപ്പോൾ ഈ ആര്യവേപ്പിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഹെയറൊക്കെ ഒത്തിരി തിന്നായിട്ട് പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ലേ? അതിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലില്ലെങ്കിലും അപ്പുറത്തെ സൈഡിലൊക്കെ ധാരാളമായിട്ട് ഈ ഒരു വേപ്പ് നിപ്പുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ പറിച്ച് ഇതൊക്കെ ഒന്ന് ഹെയർ പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ചൂട് കുരുക്കൾ അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. ഈ ചിക്കൻ ബോക്സിനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗുണമുള്ളൊരു സംഭവം തന്നെയാണിത്. അപ്പം മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനും ഇത് വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളർന്നു വരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളിങ്ങനെയൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് ചിലന്തി വലയും അതുപോലെ തന്നെ കുഞ്ഞു പ്രാണികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട്. ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിലൊക്കെ ഉണ്ടാകുന്ന മുടിക്കായൊക്കെ ഇല്ലേ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരകല്ലിലിട്ട് അരിച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് ഒരിക്കലും മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കരുത്. ഇതിന് നല്ല കയ്പുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇത് കുറച്ച് ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇത് കുതിർത്ത് വെക്കരുത്. ഉലുവയ്ക്കൊരു സ്മെല്ലുള്ളതാണ്. അപ്പോൾ അത് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. ഞാനിതൊന്ന് മിക്സിയിലിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മളിത് താരം മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കൊന്തെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ തലയിലിരുന്ന് വീണ്ടും അഴുക്കായി താരനെല്ലാം കൂടെ കൂടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു സാധനവും കൂടി ചേർക്കണം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതായത് തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു നോർമൽ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് എന്തുമാത്രം വേണം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത് നല്ല പുളിച്ച തൈരാണ്. അപ്പോൾ നിങ്ങൾക്ക് തൈരില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ ഇട്ടിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സ്കാൽപ്പും മുടിയൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും മുടി അങ്ങ് വല്ലാതെ ഡ്രൈ ആയിപ്പോവും. പിന്നെ ഈ തൈര് പുളിച്ചതായതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവയുടെ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യമല്ല. ഇനി ഈ ഹെയർ പാക്ക് നമുക്ക് സ്കാൽപ്പിലേക്കും അതുപോലെ തന്നെ മുടിയിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാവേ. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. കാരണം ഇത് കണ്ണിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ചെറിയൊരു നീറ്റലുണ്ടാവും. പിന്നെ വായിൽ പോയി കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ധാരാളമായിട്ട് മുടിയൊക്കെ വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോർഹെഡിൻ്റെ ആ ഒരു സൈഡിലും അതുപോലെ തന്നെ പുരുകത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അധികം വരുന്നത് ഞാൻ ഫേസിലോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെയുള്ള ഒരു കറുത്ത പാടുകളൊക്കെ ഉണ്ട്. നമ്മൾ മൊബൈലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓർക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡീകളറേഷൻ വരുമല്ലോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് കണ്ണിന് ചുറ്റുമൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഉലുവയൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ടും ഇതൊരു ഫേസ് പാക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുടിയുടെ തുമ്പത്തും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടിക്കായൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ്.
അപ്പം കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മതിയാവുമേ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് തലനീരിറക്കം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കാം. ഇതൊട്ടും ഡ്രൈ ഒന്നും ആയി പോകരുതേ, കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പൊടി പൊടിയായിട്ടൊക്കെ താരനൊക്കെ വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ തലയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല എണ്ണമയമുണ്ട്, ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഷാമ്പു ഇടാം, കാരണം ഈ ഉലുവയ്ക്കൊക്കെ ഒരു ചെറിയൊരു സ്മെല്ലുള്ളതാണല്ലോ. ഞാനങ്ങനെ ഷാമ്പു ഇടാറില്ല, കാരണം അത് നാച്ചുറലായിട്ട് നമ്മുടെ ഹെയറിൽ ഇരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് താരനൊക്കെ മാറ്റാനായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ ഗ്രോ ചെയ്യാനായിട്ടുള്ള ടിപ്സുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താരനും അതുപോലെ തന്നെ ചൂട് കുരുക്കളും അതെല്ലാം മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഗ്രോയിങ് ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ഞാനപ്പോൾ ഇനി കമ്മിങ് വീഡിയോസിൽ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഒരു ജ്യൂസിൻ്റെ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും അടുത്തടുത്തായിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇതിന് മുന്നേ ഞാനൊരു കുറുന്തോട്ടി താളി, അതൊരു അടിപൊളി സംഭവമാണത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതും അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.